Hi all. KTU BTech Mechanical Engineering 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 1 എന്ന സബ്ജക്റ്റിന്റെ 5th മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലീഫ് സ്പ്രിങ്ങിന്റെ ഡിസൈനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ലീഫ് സ്പ്രിങ് നമുക്കെല്ലാവർക്കും അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ കമ്പോണന്റ് ആണ്. ട്രക്കുകളിലും വലിയ കാറുകളിലൊക്കെ സസ്പെൻഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ലീഫ് സ്പ്രിങ്ങുകളാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റീൽ പ്ലേറ്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ കുറച്ചധികം പ്ലേറ്റുകൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദെൻ ഏറ്റവും മുകളിലുള്ള ഒരു പ്ലേറ്റ് അതിന്റെ രണ്ട് എൻഡിലും രണ്ട് ഐസ് ഒരു പിന്ന് വെച്ച് വെഹിക്കിളിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിൽ രണ്ട് ഐ ഷേപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ദെൻ എല്ലാ ലീഫുകൾ, അപ്പൊ ഇതിലത്തെ ഓരോ പ്ലേറ്റിനെയാണ് നമ്മൾ ലീഫ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന രീതിയിൽ കുറച്ച് നമ്പർ ഓഫ് ലീഫുകൾ സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഒരു ലീഫ് സ്പ്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ദെൻ അപ്പോൾ ഇവിടെ സെന്റർ പോർഷനിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ ഒരു സെന്റർ ബോൾട്ട് ഇട്ടിട്ട് ഈ എല്ലാ സ്പ്രിങ്ങുകളെയും കൂടിയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെയൊക്കെ കാണുന്ന ക്ലിപ്പുകൾ 4 ക്ലിപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ റീബൗണ്ട് ക്ലിപ്പ് എന്നാണ് വിളിക്കുക. റീബൗണ്ട് ക്ലിപ്പ്. ഇപ്പോൾ വെഹിക്കിളിലൊക്കെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ആ ഒരു ഷോക്ക് ലോഡുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഈ ലീഫുകൾ അവിടെ നിന്ന് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് ഈ ഒരു അറേഞ്ച്മെന്റിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീബൗണ്ട് ക്ലിപ്പുകൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ഇതിൻ്റെ ഒരു വെഹിക്കിളിലുള്ള ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു വണ്ടിയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഈ രീതിയിലായിരിക്കും. അവിടെ സെന്ററിൽ നമ്മൾ ഓൾറെഡി അവിടെ ഒരു സെന്റർ ബോൾട്ട് കണ്ടു. അത് കൂടാതെ 2 പ്ലേറ്റ് ഒക്കെ ഇട്ട് യു ഷേപ്പിലുള്ള ബോൾട്ട്, ഇവിടെ പറഞ്ഞിട്ടുള്ള യു ഷേപ്പിലുള്ള ബോൾട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇത് വണ്ടിയുടെ ആക്സിലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ അവിടെയാണ് വെഹിക്കിളിന്റെ ലോഡെല്ലാം അതിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്പ്രിങ്ങിലേക്ക്. ഓക്കെ, ദെൻ വണ്ടിയുടെ ചേസുമായിട്ട് ഈ ഒരു സ്പ്രിങ്ങിന്റെ 2 എൻഡ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്നുള്ള രീതിയിൽ 2 എൻഡിൽ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കണക്ട് ചെയ്യുന്ന ഒരു പിന്ന് പോലെ വണ്ടിയുടെ ചേസിലേക്കും ദെൻ ഇതിന്റെ ഉള്ളിലേക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഐ എന്ന് പറയുന്ന ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പോണന്റിനെയാണ് ഷാക്കൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഒരു ലീഫ് സ്പ്രിങ്ങിന്റെ അറേഞ്ച്മെന്റ് ഒരു വെഹിക്കിളിൽ വരുമ്പോൾ ഉണ്ടാവുന്നത്. ദെൻ ഒരു ആക്സിലിൽ തന്നെ 2 സൈഡിലായിട്ട് ഓരോ സ്പ്രിങ്ങുകൾ വീതമുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ലീഫ് സ്പ്രിങ്ങിന്റെ കൺസെപ്റ്റിലേക്ക് പറഞ്ഞേക്കാളും മുമ്പ് എന്താണ് ഒരു ഫ്ലാറ്റ് സ്പ്രിങ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ലീഫ് സ്പ്രിങ്ങിൽ പല അല്ലെങ്കിൽ ഒന്നിലധികം ഫ്ലാറ്റ് സ്പ്രിങ്ങുകൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഒരു ലീഫ് സ്പ്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ഫ്ലാറ്റ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഈ ഒരു ഡൈവിംഗ് ബോർഡിന് സിമിലർ ആണ്. ഓക്കെ, ഇപ്പോൾ പൂളിലേക്കൊക്കെ ജമ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഡൈവിംഗ് ബോർഡ് എന്ന് പറയുന്നത് ഇതൊരു കാൻഡിലിവർ ബീമാണ്. അപ്പോൾ ഒരു എൻഡിൽ നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ അതിനൊരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു അറ്റത്തുള്ള പോയിന്റിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. ആ ഒരു വെയിറ്റ് വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് സ്വിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ഹൈറ്റിലേക്ക് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അവിടെ ജമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു ഫ്ലാറ്റ് സ്പ്രിങ് നമുക്ക് തരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഇതൊരു കാൻഡിലിവർ ബീം എന്നുള്ള രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ലീഫ് സ്പ്രിങ് എന്നുള്ളത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് സിമിലർ ആയിട്ടാണ് അവിടെ അതിന്റെ ആക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരൊറ്റ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ഉപയോഗിച്ചാലും അവിടെ സ്പ്രിങ് ആക്ഷൻ കിട്ടും. പക്ഷേ നമുക്ക് കൂടുതൽ ലോഡ് ക്യാരി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒന്നിലധികം പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ട് സ്റ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു സ്പ്രിങ്ങിന്റെ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാൻഡിലിവർ ബീമിന്റെ ആ ഒരു സെറ്റപ്പിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് അതിൽ ആ ഒരു ലോഡിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു കോൺസ്റ്റന്റ് ക്രോസ് സെക്ഷൻ വരുന്ന ഒരു പ്ലേറ്റ്, അതാണ് നമ്മുടെ കാൻഡിലിവർ ബീം എന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേറ്റിൻ്റെ തിക്നെസ് ഇവിടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു വ്യൂ എന്നുള്ളത് ഫ്രണ്ട് വ്യൂ ആണ്, അടുത്തത് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഇവിടെ എഫ് എന്ന് പറയുന്നൊരു ലോഡാണ് ഈ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ എൻഡിൽ ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ബീമിൻ്റെ തിക്നെസ് എച്ച് എന്നുള്ളതാണ് ഇവിടുത്തെ ബീമിൻ്റെ തിക്നെസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് ബി ആണ്. ഓക്കെ, സ്മോൾ ബി വെച്ചിട്ടാണ് ഇവിടെ വിഡ്ത്ത് ഇവിടെ ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ബീമിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ബെൻഡിങ് മൊമെന്റ്, ഈ ഒരു ബീമിൽ ബെൻഡിങ് മൊമെന്റ് ക്രിയേറ്റ് ആവും. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഓക്കെ, ഈ ഒരു എൻഡ് പോയിന്റിൽ നിന്ന് ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ബെൻഡിങ് മൊമെന്റ് മാക്സിമം ഒരു വാല്യൂയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രെസ് നോക്കിയാലും നമുക്ക് ഏകദേശം ഈ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഒരു ഡെവലപ്മെന്റ് നോക്കിയാലും ഈ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബീമിൽ അത് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബീമിന്റെ ഇപ്പൊ ഇവിടുത്തെ മെറ്റീരിയൽ ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് അഡീഷണൽ മെറ്റീരിയൽ ഉണ്ട്, അത്രയും ലോഡ് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഷേപ്പിനെ, ഈ ഒരു യൂണിഫോം ഷേപ്പിനെ നമുക്ക് ഇപ്പുറത്തെ ഫിഗറിൽ കൊടുത്തിട്ടുള്ള രീതിയിൽ ഒരു വേരിയബിൾ വിഡ്ത്ത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ഒരു വേരിയേഷൻ കൊടുത്താൽ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ബെൻഡിങ് മൊമെന്റും ബെൻഡിങ് സ്ട്രെസ്സും ഒക്കെ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു വിഡ്ത്ത് അവിടെ നമ്മൾ ഈ ഒരു ബി എന്ന് പറയുന്ന വിഡ്ത്ത് നമുക്ക് അവിടെ ചേഞ്ച് ചെയ്ത് വേരി ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ തിക്നെസ് എച്ച് തന്നെയാണ്. എഫ് എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു എൽ എന്ന് പറയുന്ന ആ ഒരു ലെങ്ത്തിൽ ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഒരു യൂണിഫോം സ്ട്രെങ്ത് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ഓപ്ഷൻ ഇതേപോലെ ഒരു ബീമിന്റെ യൂണിഫോം സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനായിട്ടുള്ളത് നമുക്ക് തിക്നെസ്സിനെ വേണമെങ്കിൽ വേരി ചെയ്യാം. വിഡ്ത്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഈ ഒരു എച്ച് എന്ന് പറയുന്ന തിക്നെസ് വേരി ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, തിക്നെസ് ഈ ഒരു എൻഡിലേക്ക് വരും തോറും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നാലും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു രീതിയിലുള്ള ഒരു യൂണിഫോം സ്ട്രെങ്ത് നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ലീഫ് സ്പ്രിങ്ങിന്റെ കേസിലും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലീഫ് സ്പ്രിങ്ങിനെ ഇവിടെ കാണിച്ചിട്ടുള്ള രീതിയിൽ ഒരു ഈക്വാലന്റ് ഫ്ലാറ്റ് ബാർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ബാർ വെച്ചിട്ട് അതിന്റെ രണ്ട് എൻഡിലും സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് നമ്മൾ ഫോഴ്സുകൾ ഇത് രണ്ട് എൻഡിലും നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതും ആ ഒരു ലീഫ് സ്പ്രിങ്ങിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് തരിക. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിന് അവിടെ അത്രയും സ്പേസ് റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ വരും. മൊത്തത്തിൽ ഇതിന്റെ ഒരു വിഡ്ത്ത് ബി എന്ന് പറയുന്ന വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അത് നമുക്ക് ചെറിയൊരു സ്പേസിലേക്ക് കൊണ്ടുവരണം. അതേപോലെ യൂണിഫോം ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ ബി ഡാഷ് എന്ന് പറയുന്ന ഒരു വിഡ്ത്തിലേക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ മൊത്തം 4 പ്ലേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും മിഡിലില് ബി ഡാഷ് എന്ന് പറയുന്ന ഒരു പ്ലേറ്റ്, അതിനായിരിക്കും ഏറ്റവും ലെങ്ത് കൂടുതൽ. ദെൻ അതിന്റെ തൊട്ട് 2 വശങ്ങളിലായിട്ട് നമ്മൾ ബി ഡാഷിന്റെ ഹാഫ്, ഈ 2 വശങ്ങളിലുള്ള ഈ പ്ലേറ്റുകളൊക്കെ ഇതൊക്കെ ബി ഡാഷ് ബൈ 2 എന്ന് പറയുന്ന വിഡ്ത്താണ്. പക്ഷെ ഇത് 2 സൈഡിലും സെയിം നമ്പറിംഗ് ഉണ്ട്. ഇപ്പൊ 2 എന്ന് പറയുന്ന നമ്പറിൽ 2 സൈഡിലും പ്ലേറ്റ് ഉണ്ട്. ബി ഡാഷ് ബൈ 2 ബി ഡാഷ് ബൈ 2 എന്നുള്ളതാണ് അതിന്റെ വിഡ്ത്ത്. ഇതിന് രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ 2 എൻഡിലുള്ള 3 എന്ന് പറയുന്ന 2 പ്ലേറ്റുകളെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടുത്തെ 3 എന്ന് പറയുന്ന ഒരു പ്ലേറ്റ്. ദെൻ 2 സൈഡിലത്തെയും 4നെ കമ്പൈൻ ചെയ്തിട്ട് ഇവിടുത്തെ 4 എന്ന് പറയുന്ന പ്ലേറ്റിനെ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് ആയിട്ട് ഇതിന്റെ വിഡ്ത്ത് എന്നുള്ളത് ബി ഡാഷ് എന്ന് പറയുന്ന വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എൻഡ് വ്യൂ ഈ ഒരു
ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതെല്ലാം അസംബിൾ ചെയ്തിട്ടുള്ള ലാമിനേറ്റഡ്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ 1 by 1 ആയിട്ട് ലീഫുകളെ അറേഞ്ച് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ലാമിനേറ്റഡ് ലീഫ് സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്. ലാമിനേഷൻ, ഒന്നിലധികം ലെയേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യണു. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് ഇവിടെ സെയിം ആണ്, തിക്നെസ് വേരി ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു യൂണിഫോം സ്ട്രെങ്ത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇപ്പൊ ലീഫ് സ്പ്രിംഗ് എന്നുള്ളത് പല രീതിയിൽ നമുക്കൊരു ഫ്ലാറ്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പ്ലേറ്റ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ലാമിനേറ്റഡ് ആയിട്ടുള്ള സ്പ്രിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദെൻ ആക്ച്വലി നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നത് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചെറിയൊരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ നമ്മുടെ ഈ ഒരു ലീഫുകളെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചുമ്മാ നമ്മൾ ലാമിനേറ്റഡ് ലീഫ് സ്പ്രിംഗ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഫ്ലാറ്റ് ബാറുകൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ലീഫ് സ്പ്രിംഗ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കൂടി വെച്ചിട്ടാണ് നമ്മൾ ലീഫ് സ്പ്രിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമുക്കിവിടെ ഈ ഒരു ഐ എന്ന് പറയുന്ന പോയിന്റ്സ് തമ്മിൽ ഒരു ലൈൻ കണക്ട് ചെയ്തു. ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ദെൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും ലെങ്ത് കൂടിയ ഒരു ലീഫ് ഉണ്ട്, ഏറ്റവും മുകളിൽ വെക്കുന്ന ലീഫ്, അതിനെ നമ്മൾ മാസ്റ്റർ ലീഫ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ മാസ്റ്റർ ലീഫിന്റെ ഇവിടുത്തെ ഒരു ലൈനിൽ നിന്ന് ഈ ഒരു ഐ കണക്ട് ചെയ്തിട്ടുള്ള ലൈനിലേക്കുള്ള ആ ഒരു ഹൈറ്റ്, ഇതിനെ നമ്മൾ ക്യാമ്പർ എന്ന് വിളിക്കും. ക്യാമ്പർ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കാരണമാണ് നമുക്ക് അവിടെ ആ ഒരു ക്യാമ്പർ എന്ന് പറയുന്ന അത്രയും ഒരു ഗ്യാപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലീഫ് നമ്മൾ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ഇവിടെ F/2 എന്ന് പറയുന്ന ലോഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലും. ഓക്കെ, അപ്പൊ F/2 എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ വണ്ടിയുടെ ആക്സിലേക്ക് ആ ഒരു ലോഡ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആക്സിൽ നിന്നുള്ള റിയാക്ഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എഫ് എന്നുള്ള പറയുന്ന ഫോഴ്സിനെ കാണാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊരു ഫോഴ്സ് ഈ ഒരു സ്പ്രിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഇത്രയും ഭാഗത്താണ്. ഓക്കെ, അപ്പൊ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ലീഫ് സ്പ്രിങ് ഡിഫ്ലക്ട് ചെയ്യും, അതായത് ഇതിന്റെ വളവ് വന്നിട്ട് നിവരും. ഓക്കെ, അപ്പൊ ഇത് ഫ്ലാറ്റൻ ചെയ്ത് വരികയാണ് ചെയ്യുക. ഡിഫ്ലക്ഷൻ ഉണ്ടാവുമ്പോൾ ഈ ഒരു ക്യാമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫ്ലക്ഷൻ y എന്നുള്ള ഒരു നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ y എന്ന് പറയുന്ന ആ ഒരു ഡിഫ്ലക്ഷൻ അവിടെ സംഭവിക്കുമ്പോൾ സ്പ്രിങ് ഫ്ലാറ്റൻ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാമ്പർ എന്ന് പറയുന്ന ഗ്യാപ്പ് കുറഞ്ഞ് ഏറ്റവും മാക്സിമം ലോഡ് ക്യാരി ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഫ്ലാറ്റ് ആയിരിക്കും. ക്യാമ്പർ എന്ന് പറയുന്ന ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല. ലീഫ് സ്പ്രിങ് മൊത്തത്തിൽ ഒരു ഫ്ലാറ്റ് ഷേപ്പിലേക്ക് വരും. ഓക്കെ, ദെൻ ലീവ് സ്പ്രിങ്ങില് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു ലീഫിനെ, ഏറ്റവും മുകളിലുള്ള ഒരു ലീഫിനെ മാസ്റ്റർ ലീഫ് എന്ന് നൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിന്റെ താഴെ 2 എക്സ്ട്രാ ലെങ്ത് ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഗ്രാജുവേറ്റഡ് ലെങ്ത് ലീഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ലീഫുകൾ പല ലെങ്ത്തിൽ നമ്മൾ കൊടുക്കുന്നത് എന്തിനാന്ന് കണ്ടു. നമുക്കൊരു യൂണിഫോം സ്ട്രെങ്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഒരു ഇക്വലന്റ് പ്ലേറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു വേരിയിങ് തിക്നെസ് വരുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റി നേരത്തെ കണ്ടിരുന്നു. അപ്പൊ അതേപോലത്തെ കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പല ലെങ്ത്തിലുള്ള ലീഫുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ഒരു ലീഫ് സ്പ്രിങ് പറയുകയാണെങ്കിൽ അവിടെ എല്ലാ കേസിലും ഒരു മാസ്റ്റർ ലീഫ് ഉണ്ടായിരിക്കും. മാസ്റ്റർ ലീഫ്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ഗ്രാജുവേറ്റഡ് ലീവ്സ് ആണ്. ഗ്രാജുവേറ്റഡ് ലീവ്സ്. ഓക്കെ, അപ്പൊ മാസ്റ്റർ ലെങ്ത് ലീഫിന് ഒരു ലെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഫുൾ ലെങ്ത് ലീഫ് എന്നുകൂടി വിളിക്കും. മാസ്റ്റർ ലീഫിനെ നമ്മൾ ഫുൾ ലെങ്ത് ലീഫ് എന്നുകൂടി വിളിക്കും. ഓക്കെ, അപ്പൊ മാസ്റ്റർ ലീഫിന്റെ ലെങ്ത് എന്നുള്ളത് ഈ ഒരു സ്പ്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് ആണ്. ഓക്കെ, ദെൻ
ഗ്രാജുവേറ്റഡ് ലെങ്ത് ലീഫ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് എന്നുള്ളത് ഈ ഒരു മാസ്റ്റർ ലീഫിന്റെ ലെങ്ത്തിനേക്കാളും ചെറുതായിരിക്കും. അതേപോലെ ഒരൊറ്റ ലെങ്ത്തിലല്ല, പല പല ലെങ്ത്തുകളായിട്ട് അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറിൽ ഇനി അപ്പൊ ഈ ഒരു മാസ്റ്റർ ലീഫും ഗ്രാജുവേറ്റഡ് ലീഫുകൾ കൂടാതെ ഒരു ലീഫ് അല്ലെങ്കിൽ ഒരു പേര് കൂടിയും കൊടുത്തിട്ടുള്ളതാണ് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ്. ഓക്കെ, അപ്പോ ഈ ഒരു എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് എന്നുള്ളത് മാസ്റ്റർ ലീഫിന്റെ അത്രയും, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഈ 2i എന്ന് പറയുന്ന നമ്മൾ ആക്ച്വലി ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു നൊട്ടേഷൻ എന്നുള്ളത് ക്യാപിറ്റൽ L ആണ്. ഈ 2L പകരം നമ്മൾ ഉപയോഗിക്കുക ക്യാപിറ്റൽ L എന്നുള്ളൊരു നൊട്ടേഷൻ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ സ്പാൻ എന്ന് വിളിക്കും, സ്പാൻ ഓഫ് ലീഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീഫ് സ്പ്രിങ്ങിന്റെ മൊത്തം ആ ഒരു ലെങ്തിനെയാണ് സ്പാൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്ന ആ ഒരു ലെങ്ത് എന്നുള്ളത് ഈ ഒരു ക്യാപിറ്റൽ L അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ആണ് ഫുൾ ലെങ്ത്. ഓക്കെ, അപ്പോ ഈ ഒരു ഫുൾ ലെങ്ത് മാസ്റ്റർ ലീഫിന്റെ ലെങ്ത് ഫുൾ ലെങ്ത് ആണ്. ഇനി അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഈ ഫുൾ ലെങ്ത് ഉള്ള ലീഫുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് എന്ന് വിളിക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ ഫുൾ ലെങ്ത് ഉള്ള ലീഫുകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് എന്ന് വിളിക്കും. അപ്പൊ ഇത് കൊടുക്കുന്നത് ഇവിടുത്തെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കൂട്ടാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ ഒരു ലീഫ് സ്പ്രിങ് ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ F/2 എന്ന് പറയുന്ന ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവാം, ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഷിയർ ചെയ്ത് ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ അത് ബ്രേക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഇൻ കേസ് അത് ആ ഒരു ഷിയറിങ്ങിനെ ഓവർകം ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തുണ്ടാവും, ഇതിൽ ഒരു ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് ആ ഒരു ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ഷിയർ ആവാം. ആക്ച്വലി ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ലൈനിലാണ് ഷിയറിങ് നടക്കുക. ഓക്കെ, അപ്പൊ F/2 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ഭാഗത്ത് ഷിയർ ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷിയറിങ് ഒഴിവാക്കാനാണ് അഡീഷണൽ ഫുൾ ലെങ്ത് ലീഫുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാജുവേറ്റഡ് ലീഫുകൾ എന്ന് പറയുന്നത് ഈ ഒരു I എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ നിന്ന് വീണ്ടും താഴെയായിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്രാജുവേറ്റഡ് ലീഫുകളിൽ 4 ലീഫിൽ ഒരു ലീഫ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, അവിടെ നിന്നാണ് താഴത്തേക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ പൊസിഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആകെ ഒരു മാസ്റ്റർ ലീഫും പിന്നെ എല്ലാം ഗ്രാജുവേറ്റഡ് ലീഫുകളാണെങ്കിൽ ഈ ഒരു I എന്ന് പറയുന്ന പോർഷനിൽ വേറെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഷിയർ ചെയ്ത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ടെൻഡൻസി ഉണ്ട് വളരെ ഹെവി ലോഡുകളിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അവിടെ ഒരു അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ മാസ്റ്റർ ലീഫിന്റെ കൂടാതെ ഫുൾ ലെങ്ത് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് 1-2 ലീഫുകൾ ഉപയോഗിക്കാം. ഇനി എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് ഇല്ലെങ്കിലും ചില കേസിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അവിടുത്തെ ലോഡിനനുസരിച്ചാണ് അതിന്റെ ഉപയോഗം വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഇതിന്റെ ലെങ്ത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സ്പാൻ ഓഫ് ലീഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മാക്സിമം ഒരു ലെങ്ത് ക്യാപിറ്റൽ L എന്ന് പറഞ്ഞിട്ടൊരു ലെങ്ത് പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മളിവിടെ മിഡിൽ പോർഷനിൽ ഒരു ക്ലിപ്പ്, സെന്റർ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഫാസ്റ്റൻ ചെയ്ത് വെക്കുന്നുണ്ട്. സെന്റർ ക്ലിപ്പും യു ബോൾട്ടും. ഓക്കെ, ഇവിടെ പറയുന്ന ഈ ഒരു സെന്റർ ക്ലിപ്പും യു ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിന്റെ സെന്റർ പോർഷൻ ഇത്രയും ഭാഗം നമ്മൾ ടൈറ്റൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിനെ ലോഡ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം ഇവിടെ പ്രത്യേകിച്ച് മൂവ്മെന്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്പ്രിങ്ങിന്റെ ആ ഒരു ആക്ഷൻ ഡിഫ്ലക്റ്റ് ചെയ്യാനൊന്നും സാധിക്കാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു സെന്റർ പോർഷൻ ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ഇത്രയും ഭാഗത്തുള്ള ആ ഒരു ലെങ്ത്തിനെ നമ്മൾ ഇൻഎഫക്റ്റീവ് ലെങ്ത് എന്നാണ് വിളിക്കുക. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിന്റെ ഒരു സെന്റർ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലേറ്റ് ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്ലേറ്റിന്റെ അത്രയും ഭാഗത്ത് ആ ഒരു വിഡ്ത്തിനെ നമ്മൾ ഇൻഎഫക്റ്റീവ് ലെങ്ത്
എൽ ഡാഷ്, സ്മോൾ എൽ ഡാഷ് എന്നുള്ളതാണ് നമ്മുടെ നൊട്ടേഷൻ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ലെങ്തിനെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് is equal to L. then അവിടുത്തെ ഇൻഎഫക്റ്റീവ് ലെങ്ത് എന്നുള്ളത് L ഡാഷ് ആണ്. അപ്പോ നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്നുള്ളത് എന്ത് പറയാം, L മൈനസ് L ഡാഷ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമ്മളിവിടെ പിന്നെ ഉപയോഗിക്കുന്ന വേറൊരു നൊട്ടേഷൻ എന്നുള്ളത് ഹാഫ് ഓഫ് എഫക്റ്റീവ് ലെങ്ത്. ഇത് നമ്മൾ സ്മോൾ എൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഹാഫ് ലെങ്ത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതെന്താന്ന് പറയാം. അപ്പോഴത്തേക്ക് നമുക്ക് എഫക്റ്റീവ് ലെങ്ത്തിന്റെ നൊട്ടേഷൻ എന്നുള്ളത് L മൈനസ് എൽ ഡാഷ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് L എന്ന് വരും. ഓക്കെ, എഫക്റ്റീവ് ലെങ്ത് എന്നുള്ളത് 2 ടൈംസ് ഓഫ് സ്മോൾ ലെറ്റർ L ആണ്. അപ്പൊ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് പോർഷൻ വെച്ചിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത്, ഇക്വേഷൻസ് ഒക്കെ പറയുന്നത്. അപ്പോ ഈ ഒരു സെൻട്രൽ ക്ലിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ലെങ്ത് ഉണ്ട്, ആ ഒരു ലെങ്തിനെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത്, ഹാഫ് ഓഫ് എഫക്റ്റീവ് ലെങ്ത് എന്നുള്ളത് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈനും ഈ ഒരു സെൻട്രൽ ക്ലിപ്പിന്റെ ഒരു എഡ്ജും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഹാഫ് ഓഫ് എഫക്റ്റീവ് ലെങ്ത് സ്മോൾ എൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു ലെങ്ത് ആണ് കാണാൻ പറ്റുക, ഹാഫ് ഓഫ് എഫക്റ്റീവ് ലെങ്ത്. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ നമ്പർ ഓഫ് ലീവ്സ്. പിന്നെ സെമി എലിപ്റ്റിക്, ലീഫ് സ്പ്രിംഗ്. അപ്പൊ ഒരു ലീഫ് സ്പ്രിംഗിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് അതിനെ നമ്മൾ ഐ എന്നുള്ളൊരു നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 രീതിയിലാണ് നമ്മൾ ലീഫുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒരു കാറ്റഗറി എന്നുള്ളത് ഫുൾ ലെങ്ത് ലീവ്സ്, ദെൻ അടുത്തൊരു കാറ്റഗറി എന്നുള്ളത് ഗ്രാജുവേറ്റഡ് ലീവ്സ്. ഓക്കെ, അപ്പോ ഫുൾ ലെങ്ത് ലീഫ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ മാസ്റ്റർ ലീഫ് വരും, പ്ലസ് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫുകൾ ഉണ്ടെങ്കിൽ അതും വരും. ഓക്കെ, അപ്പോ ഫുൾ ലെങ്ത് ലീവ്സിന്റെ നമ്പർ നമ്മൾ ഐ എഫ് എന്നുള്ളൊരു നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്, ഐ സബ്സ്ക്രിപ്റ്റ് എഫ്. ദെൻ ഒരു സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗിൽ, ലാമിനേറ്റഡ് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗിൽ പിന്നെ വരുന്നത് ഗ്രാജുവേറ്റഡ് ലീവ്സ് ആണ്. അതിന്റെ നമ്പർ എന്നുള്ളത് നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീവ്സ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഐ ജി എന്നുള്ളൊരു നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എന്നുള്ളത് ഐ ഇസ് ഈക്വൽ ടു ഐ എഫ് പ്ലസ് ഐ ജി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ലോഡ്, ഇപ്പൊ ഒരു ലീഫ് സ്പ്രിംഗിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ് എന്നുള്ളത് എഫ് ആണ്.
എന്ന് വിചാരിക്കുക. ദെൻ അതില് ഒരു പോർഷൻ, ഇപ്പൊ നമ്മൾ ലീഫ് സ്പ്രിങ്ങിന്റെ 2 ഹാഫാണ് കൺസിഡർ ഒരു ഹാഫ് എടുത്തിട്ട് ഒരു കാന്റിലിവർ ബീം എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യുക. അപ്പോ ലോഡ് ആക്ടിങ് ഓൺ ഹാഫ് സൈഡ് എന്നുള്ളത് F/2 ആയിരിക്കും. ഓക്കെ, ഒരു ഹാഫിൽ ആക്ട് ചെയ്യുന്നത് F/2 എന്ന് പറയുന്ന ലോഡായിരിക്കും. ദെൻ ഈ ഒരു F/2 എന്ന് പറയുന്നത് 2 രീതിയിലാണ് ഷെയർ ചെയ്ത് പോവുക. FG പ്ലസ് FF. ഫുൾ ലെങ്ത് ലീഫുകളും ഗ്രാജുവേറ്റഡ് ലെങ്ത് ലീഫുകളാണ് ഇതിനെ ഷെയർ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. 2 തരത്തിലുള്ള ലീഫുകൾ ഉണ്ട്. ആ ലീഫുകൾ ഷെയർ ചെയ്തിട്ടാണ്, ഇപ്പൊ ഒരു ഹാഫ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീഫ് സ്പ്രിങ്ങിന്റെ സിമെട്രിക് ഷേപ്പ് കാരണം നമ്മളൊരു ഹാഫ് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ ഇതിന്റെ ഡിസൈൻ ഡെറിവേഷൻ കാര്യങ്ങളിലേക്ക് പോകണില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ ബുക്കിലുള്ള അതിന്റെ ഇക്വേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ലോഡുകൾ ആക്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലീഫ് സ്പ്രിങ്ങിലത്തെ സ്ട്രെസ്സുകൾ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സെമി എലിപ്റ്റിക് ലാമിനേറ്റഡ് ലീഫ് സ്പ്രിങ്ങില് ഫുൾ ലെങ്ത് ലീഫുകളിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അവിടെ ബെൻഡിങ് സ്ട്രെസ് ആണ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ആ ഒരു സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ആണ്. ഫുൾ ലെങ്ത് ലീഫുകളിൽ മാത്രം ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ദെൻ ഗ്രാജുവേറ്റഡ് ലീഫുകളിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ലാമിനേറ്റഡ് ലീഫ് സ്പ്രിംഗ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ലീഫുകളിൽ ഫുൾ ലെങ്ത് ഉള്ള ലീഫിലുള്ള സ്ട്രെസ് കൂടുതലാണ്. അതേപോലെ ഗ്രാജുവേറ്റഡ് ലീവ്സിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ അളവ് കുറവാണ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കൺക്ലൂഷനാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ഫുൾ ലെങ്ത് ലീഫിലുള്ള സ്ട്രെസ് എന്നുള്ളത് ഗ്രാജുവേറ്റഡിൽ ആക്ട് ചെയ്യുന്നതിന്റെയും ഏകദേശം ഒരു 50% കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ വളരെ ഹെവി സ്ട്രെസ്സസ് ആണ് ഫുൾ ലെങ്ത് ലീഫുകളിൽ മാത്രം ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. എഫ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ F/2 എന്നൊക്കെ പറയുന്ന ലോഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇക്വേഷനിൽ നമ്മൾക്ക് എഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ ലോഡാണ്. ചോദ്യത്തിൽ പറയുന്ന അവിടുത്തെ ക്യാരി ചെയ്യുന്ന ടോട്ടൽ ലോഡ്, ആ ഒരു ലോഡ് അതേപടി അവിടെ എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എൽ എന്നുള്ളത് നമ്മുടെ ഹാഫ് ഓഫ് എഫക്റ്റീവ് ലെങ്ത്. നമ്മൾ നേരത്തെ ആ ഒരു ഫിഗറിൽ വരച്ച് കാണിച്ചിരുന്നു. എൽ എന്നുള്ളത് ഹാഫ് ഓഫ് എഫക്റ്റീവ് ലെങ്ത് ആണ്. ബി ഡാഷ് എന്നുള്ളത് വിഡ്ത്ത് ഓഫ് ലീഫ്. ഒരു ലീഫിന്റെ വിഡ്ത്ത് ആണ് ബി ഡാഷ്. എല്ലാ ലീഫുകൾക്കും സെയിം വിഡ്ത്ത് ആയിരിക്കും. എച്ച് എന്നുള്ളത് തിക്നെസ്. ഒരു സിംഗിൾ ലീഫിന്റെ തിക്നെസ് ആണ് എച്ച് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ദെൻ ഐ ജി എന്നുള്ളത് നമ്പർ ഓഫ് ഗ്രാജുവേറ്റഡ് ലീഫ്. ഐ എഫ് എന്നുള്ളത് നമ്പർ ഓഫ് ഫുൾ ലെങ്ത് ലീവ്സ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. അതേപോലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മഹാദേവൻ ഡാറ്റ ബുക്കില് പേജ് 182, മഹാദേവൻ ഡാറ്റ ബുക്കിലെ 182 എന്ന് പറയുന്ന പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അവിടെ ലീഫ് സ്പ്രിംഗ് തന്നെ പല പേരുകളിലുണ്ട്. അതിൽ ഈ ഒരു 182 എന്ന് പറയുന്ന പേജിൽ കൊടുത്തിട്ടുള്ള സെമി എലിപ്റ്റിക്കൽ ലാമിനേറ്റഡ് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിങ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചാൽ നമുക്ക് ലീഫ് സ്പ്രിംഗിലത്തെ സ്ട്രെസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അവിടെ ആ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫുൾ ലെങ്ത് ലീഫിൽ വളരെ ഹൈ സ്ട്രെസ്സസ് ഉണ്ട്. അപ്പൊ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളൊരു മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഫുൾ ലെങ്ത് ലീഫുകളെ മാത്രം പ്രീലോഡ് ചെയ്യുന്ന ഒരു പരിപാടി. ഓക്കെ,
അപ്പോൾ നമുക്കറിയാം ഒരു ബീം നമ്മൾ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സ്ട്രെസ് ആക്ട് ചെയ്യും. നമ്മളൊരു ബീം കൺസിഡർ ചെയ്തു. ഇപ്പം ഇവിടെ ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇത്രയും ഭാഗത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ നമ്മളിങ്ങനെ ഒരു ലോഡ് സിംപ്ലി സപ്പോർട്ടഡ് എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് എന്ത് സംഭവിക്കും? ഇതിങ്ങനെ താഴത്തോട്ട് ബെൻഡ് ആവാനാണ് സാധ്യത. ഓക്കെ, ദെൻ നമ്മുടെ കേസിൽ ഇവിടെ ഓൾറെഡി നമ്മുടെ ഫുൾ ലെങ്ത് ലീഫ് ഇരിക്കുന്നത് എന്താണ്? നേരെ മുകളിലേക്ക് വളച്ചിട്ടാണ് ഓൾറെഡി അത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു ബെൻഡോട് കൂടിയിട്ടാണ് നമ്മുടെ ലീഫ് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ അതിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന. സെൻറ്ററിലൊരു ചെറിയൊരു പോർഷൻ ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് സംഭവിക്കുന്ന വെച്ചാൽ മാക്സിമം ഡിഫ്ലക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് ഒരു ഫ്ലാറ്റ് ഷേപ്പിലേക്ക് വരും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ലീഫിന്റെ നോർമൽ ഷേപ്പ് എന്നുള്ളത് ഇങ്ങനത്തെ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നിന്ന് ഇത് ഫ്ലാറ്റ് ആയിട്ട് വരും തോറും എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇതിനൊരു സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ ഇവിടെ ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും. ഇത് ഓൾറെഡി ഒരു വളഞ്ഞ ലീഫാണ്. അപ്പോൾ ഈ ഒരു ലീഫിന് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ വളച്ചു വെച്ചിരിക്കുന്ന ലീഫാണ്. അപ്പോൾ ഇതിനൊരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ന്യൂട്രൽ ആക്സിസിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും? കംപ്രസ്ഡ് ആയിരിക്കും. മുകളിലുള്ള ലെയേഴ്സൊക്കെ ടെൻഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ഫ്ലാറ്റ് പൊസിഷൻ, ഒരു ഫ്ലാറ്റ് ഷേപ്പിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ്? ഹൈലി സ്ട്രെസ്ഡ് ആണ്. ടോപ്പ് ലെയേഴ്സ് എല്ലാം ഹൈ ടെൻഷനിലും ലോവർ ലെയേഴ്സ് അല്ലെങ്കിൽ ബോട്ടം ലെയേഴ്സ് ഒക്കെ ഹൈലി കംപ്രസ്ഡ് ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഒരു ലീഫ് സ്പ്രിങ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് അവിടെ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഇതിനെ പ്രീലോഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന, ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ലീഫ് സ്പ്രിങ്ങിനെ നമ്മൾ മുകളിലേക്ക് കുറച്ചും കൂടി വളച്ചു വെക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ള ലീഫിനെ തന്നെ ഒന്നുകൂടിയും നമ്മൾ ബെൻഡ് ചെയ്ത് കുറച്ചുകൂടി കർവ്ഡ് ആക്കി വെച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഇതിനെ ഒന്നുകൂടി ബെൻഡാക്കി അതിന്റെ ആ ഒരു കർവേച്ചർ കുറച്ചുകൂടി കൂട്ടി എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ എന്ത് സംഭവിക്കും? ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ ഇരുന്നിരുന്ന ആ ഒരു സ്പ്രിങ്ങിന്റെ ടോപ്പ് ലെയേഴ്സ് എല്ലാം കംപ്രസ്ഡ് ആവും. ദെൻ ബോട്ടം ലെയേഴ്സ് എല്ലാം ടെൻഷനിലാവും. കാരണം എന്താണ്? നമ്മൾ ഇതിനെ ഒന്നുകൂടിയും പിടിച്ച് ബെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സാധാരണഗതിയിൽ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് നമ്മുടെ ലീഫിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ? ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ബെൻഡ് ചെയ്താൽ. ഓക്കെ, ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ലീഫ് സ്പ്രിങ്ങിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഫിഗർ ആണ് അവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാനത് വേറെ വരയ്ക്കാം. സോറി. അതായത് നമ്മുടെ ഗ്രാജുവേറ്റഡ് ലീഫും ഫുൾ ലെങ്ത് ലീഫും ഡിഫറെന്റ് ആയിട്ടുള്ള റേഡിയസിലേക്ക് ബെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഗ്രാജുവേറ്റഡ് ലീഫ് എന്ന് വിചാരിക്കുക. ചെറിയ ലീഫ്, ലെങ്ത് കുറവുള്ള ലീഫാണ്. ഇതിനൊരു പർട്ടിക്കുലർ കർവേച്ചർ ഉണ്ട്. ഓക്കെ, ദെൻ നമ്മളൊരു ഫുൾ ലെങ്ത് ലീഫ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ ഫുൾ ലെങ്ത് ലീഫ് എന്നുള്ളത് കുറച്ച് ഇതിന്റെ കർവേച്ചർ കൂടുതലാണ്. അതായത് ഇത് നമ്മൾ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു സർക്കിളിന്റെ ഭാഗമായിട്ടുള്ള ഒരു പോർഷനായിട്ട് കിട്ടും. ശരിക്കും എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ലീഫിന്റെയും റേഡിയസുകൾ ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റേഡിയസ് ഒരു R1 ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഗ്രാജുവേറ്റഡ് ലീഫ്, ചെറിയ ലീഫ്, ലെങ്ത് കുറഞ്ഞ ലീഫിന്റെ റേഡിയസ് ഒരു R2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ
R1 ഗ്രേറ്റർ ദാൻ R2 എന്ന് വരുന്ന രീതിയിൽ നമ്മൾ ഈ ലീഫുകളെ ബെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ അസംബിൾ ചെയ്യുന്ന ടൈമിൽ അപ്പൊ പല പല ലീഫുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ലീഫ് സ്പ്രിങ്ങിന്റെ ഒരു അസംബ്ലിയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോ ഗ്രാജുവേറ്റഡ് ലീഫുകളെല്ലാം ഈ ഒരു ഒരേ കർവേച്ചറിലാണ്, R2 എന്ന് പറയുന്ന കർവേച്ചറിലാണ് ഗ്രാജുവേറ്റഡ് ലീഫുകളൊക്കെ നമ്മൾ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ ഇതിന്റെ നടുവിലൂടെ നമ്മൾ ഒരു സെന്റർ ബോൾട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ അസംബിൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു സെന്റർ ബോൾട്ട് ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സെന്റർ ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫുൾ ലെങ്ത് ലീഫ് ഈ ഒരു ഗ്രാജുവേറ്റഡ് ലെങ്ത് ലീഫുകളുടെ ഒപ്പത്തിന് ബെൻഡ് ചെയ്ത് അതിന്റെ കൂടെ അസംബിൾ ആയി വരും. ഓക്കെ, ഗ്രാജുവേറ്റഡ് ലീഫുകൾ കുറെ ലീഫുകൾ ഉള്ള കാരണം അതൊരിക്കലും നിവർന്ന് മറ്റേ R1 എന്ന് പറയുന്ന റേഡിയസിലേക്ക് വരില്ല. R2 എന്ന് പറയുന്ന ആ ഒരു റേഡിയസിലേക്ക്, ചെറിയൊരു റേഡിയസിലേക്ക് ഈ R1 എന്ന് പറയുന്ന ആ ഒരു റേഡിയസ് കുറഞ്ഞു വരും. ഓക്കെ, ഈ ഒരു ലീഫ് താഴത്തേക്ക് ബെൻഡ് ആവും. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. അതായത് സാധാരണ ലോഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഒരു ഫുൾ ലെങ്ത് ലീഫ് മാത്രം ബെൻഡ് ആവുമ്പോൾ ഇതിൽ ഒരു പ്രീ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രിങ്ങുകൾ നിവർന്നു വന്ന് ഈ ഒരു സ്പ്രിങ്ങിന്റെ ഒരു നാച്ചുറൽ നമ്മളൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലേക്ക് അതിനെ ബെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ R1 എന്ന് പറയുന്ന ആ ഒരു റേഡിയസ് ആണ് ഇതിന്റെ സാധാരണഗതിയിലുള്ള അതിന്റെ ഒരു കർവേച്ചർ എന്നുള്ളത്. ആ ഒരു R1 എന്ന് പറയുന്ന ആ ഒരു റേഡിയസ് എത്തുന്നത് വരെ ഇതിനെ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറെ കൂടിയും ബെൻഡ് ചെയ്ത് R2 എന്ന് പറയുന്ന റേഡിയസിലാണ് ഇരിക്കുന്നത്. ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് നിവർന്ന് R1 എന്ന് പറയുന്ന റേഡിയസ് എത്തുമ്പോഴത്തേക്ക് എന്തായി? സ്ട്രെസ് 0 ആയി. ഓക്കെ, അപ്പൊ ഒരു പ്രീ സ്ട്രെസ് ഉണ്ടായിരുന്നു. നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രെസ് 0 ആവും. അതിനുശേഷം മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ? അഡീഷണൽ ആയിട്ടുള്ള സ്ട്രെസ് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ലീഫ് സ്പ്രിങ്ങുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് സിഗ്മ എഫ് ബിക്കംസ് ഈക്വൽ ടു സിഗ്മ ജി. ഫുൾ ലെങ്ത് ലീഫിലത്തെയും ഗ്രാജുവേറ്റഡ് ലെങ്ത് ലീഫിലത്തെയും ഒക്കെ സ്ട്രെസ്സുകൾ ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഫുൾ ലെങ്ത് ലീഫിനും ഗ്രാജുവേറ്റഡ് ലെങ്ത് ലീഫിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ കണ്ടത്. സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം പറയണ്ടായിരുന്നു, നോ പ്രീ സ്ട്രെസ്. ഫുൾ ലെങ്ത് ലീഫിൽ പ്രീ സ്ട്രെസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ഇൻ കേസ് പ്രീ സ്ട്രെസ്സിങ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫുൾ ലെങ്ത് ലീഫിന്റെയും ഗ്രാജുവേറ്റ് ലെങ്ത് ലീഫിന്റെയും അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സുകൾ സെയിം ആണ്. ഓക്കെ, അപ്പോ അതിനോടനുബന്ധിച്ചുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിഗ്മ എഫ് ഇസിക്കൽ ടു സിഗ്മ ജി എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ആണ് എന്ത് തരുന്നത്? നമുക്ക് അവിടുത്തെ രണ്ടിലും ഒരേപോലത്തെ സ്ട്രെസ് ആണ് ഡെവലപ്പ് ചെയ്യുക, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് കിട്ടാനായിട്ട് നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള റേഡിയസുകളിൽ നമ്മുടെ ലീഫുകളെ ബെൻഡ് ചെയ്യണം. ഫുൾ ലെങ്ത് ലീഫിനെ നമ്മൾ R1 എന്ന് പറയുന്ന ലാർജർ റേഡിയസിലാണ് ബെൻഡ് ചെയ്യുന്നത്. ഗ്രാജുവേറ്റഡ് ലീഫിനെ R2 എന്ന് പറയുന്ന സ്മോളർ റേഡിയസിൽ ബെൻഡ് ചെയ്യും. എന്നിട്ട് ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒന്നിനും മുകളിൽ ഒന്നാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ രണ്ട് ലീഫിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് നിൽക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുക നിപ്പ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഇനീഷ്യൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇനീഷ്യൽ ഗ്യാപ്പ്. അതിനെ നമ്മൾ നിപ്പ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ ഡിഫറെന്റ് കർവേച്ചേഴ്സ് കാരണം ഒരു ഫുൾ ലെങ്ത് ലീഫും ഗ്രാജുവേറ്റഡ് ലീഫും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ നിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനത്തെ നിപ്പ് പ്രൊവൈഡ് ചെയ്ത് നമ്മളൊരു പ്രീ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നിപ്പിംഗ് എന്ന് പറയും. നിപ്പിംഗ്. ഓക്കെ, the process of inducing
എ pre-stress in full-length leaf. നിപ്പ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ഗ്യാപ്പ് കാരണമാണ് നമ്മൾ ഈ ഒരു പ്രീസ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നിപ്പിംഗ് എന്ന് വിളിക്കുക. നിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഇനീഷ്യൽ ഫോഴ്സ് എന്നൊക്കെ പറയാം. അതല്ലെങ്കിൽ അതിനെന്ത് വിളിക്കാം? പ്രീ ലോഡ് എന്ന് വിളിക്കാം. പ്രീ ലോഡ് നമ്മൾ സെന്റർ ബോൾട്ട് ഇട്ടിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ട വരുന്നൊരു ലോഡാണ് പ്രീ ലോഡ്. ആ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു പ്രീ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ലോഡ് കണ്ടുപിടിക്കാനായിട്ട്, പ്രീ ലോഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ FB എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു നിപ്പ് എന്ന് പറയുന്ന ഗ്യാപ്പ് നമ്മൾ അതിന്റെ നൊട്ടേഷൻ എന്നുള്ളത് C ആണ്. ഓക്കെ, C എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ ആണ് ഈ നിപ്പിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു I' എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് ശരിക്കും അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ നിപ്പിന്റെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി ഇവിടെ താഴെ എടുത്ത് എഴുതാം. നിപ്പ് C is equal to FL cube divided by I B dash H cube E. ഇതാണ് നിപ്പ് എന്നുള്ളതിന്റെ ഇക്വേഷൻ. അവിടെ ബി എന്ന് പറയുന്ന ടേം മിസ്സിംഗ് ആണ്, അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അങ്ങനെ അത് I' എന്നുള്ള രീതിയിലേക്ക് ആയി പോയതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം, ആ ഒരു എറർ അവിടെ ഉള്ളത്. ഓക്കെ, ഡാറ്റാ ബുക്കിൽ അവിടെ ഒരു കറക്ഷൻ പേജ് ഉണ്ട്, അതിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒരു ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് അവിടെ പ്രീ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിപ്പിംഗ് കാണിക്കാനായിട്ടൊരു ഫിഗർ കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ ടൈറ്റ് ചെയ്താൽ ഒരു പ്രീ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണതിനെയാണ് നമ്മൾ നിപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് ഒരു ലീഫ് സ്പ്രിംഗ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ പ്ലേറ്റിന്റെ തിക്നെസ് H എന്ന് പറയുന്ന തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യും. അവിടുത്തെ സ്ട്രെസ്സിന്റെ ഇക്വേഷൻസ് ഉപയോഗിക്കും. അവിടെ ലോഡ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒന്നുകിൽ H എന്ന് പറയുന്ന തിക്നെസ് അല്ലെങ്കിൽ അതിന്റെ B എന്ന് പറയുന്ന വിഡ്ത്ത് ഒക്കെ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോറി, B', ഒരു പ്ലേറ്റിന്റെ വിഡ്ത്ത് B' ആണ്. ആ ഒരു വിഡ്ത്ത് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ പിന്നെ നമുക്ക് ലീഫിന്റെ ലെങ്ത്തുകളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ലീഫിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻസ് ഇത് ഡാറ്റാ ബുക്കിൽ ഇല്ല. അപ്പോൾ ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നമ്പർ ഓഫ് ലീഫ്, ടോട്ടൽ നമ്പർ ഓഫ് ലീഫ് എന്നുള്ളത് I ആണെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ലീഫ് സ്പ്രിംഗ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് എന്നുള്ളത് I ആണെന്ന് വിചാരിക്കുക. അതേപോലെ മാസ്റ്റർ ലീഫ് കൂടാതെ ഒരു എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് അതും കൂടി ഈ ഒരു സ്പ്രിംഗിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ദെൻ അപ്പൊ നമുക്കിവിടെ നമ്പർ ഓഫ് ലീവ്സ് എക്സ്ക്ലൂഡിംഗ് extra full length leaves എത്ര കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ലീഫ് I ആണ്. ഫുൾ ലെങ്ത് ലീഫ് 1 ആണെങ്കിൽ I മൈനസ് 1 എന്നുള്ളതാണ് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ലീഫുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഈ ഒരു നമ്പർ I മൈനസ് 1 എന്ന് പറയുന്ന നമ്പർ ഇതിൽ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അവിടുത്തെ ആ ഒരു 1 എന്നുള്ളത് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിന്റെ എണ്ണമാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ സ്പാൻ
ടോട്ടൽ സ്പാൻ ഓഫ് ലീഫ് എന്നുള്ളത് ക്യാപിറ്റൽ L ആണ്. ദെൻ എഫക്റ്റീവ് ലെങ്ത് ടു ടൈംസ് ഓഫ് സ്മോൾ ലെറ്റർ L. ദെൻ ഇൻഎഫക്റ്റീവ് ലെങ്ത് L ഡാഷ് എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ഓക്കെ, ദെൻ നമ്മൾ ഇവിടുത്തെ സ്മോളസ്റ്റ് ലീഫ്, ഇപ്പോൾ ഒരു n നമ്പർ ഓഫ് ലീഫുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. സോറി, n എന്നല്ല, ലെറ്റ് ദർ ബി I number of leaves. Okay, അപ്പോൾ 1 2 3 etc etc I minus 1 I ഇത്രയും ലീഫുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ I എന്നുള്ളത് മാസ്റ്റർ ലീഫ് ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ I എന്നുള്ളത് മാസ്റ്റർ ലീഫിനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ I മൈനസ് 1 എന്നുള്ളത് ഇവിടെ ഒരു എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് ഉണ്ട്, അപ്പോൾ ആ ഒരു എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിനെയാണ് കാണിക്കുന്നത്. ദെൻ ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രാജുവേറ്റഡ് ലീവ്സിനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ലീഫ് സ്പ്രിങ്ങിലത്തെ ലീഫുകളെ നമ്മൾക്ക് ഈ രീതിയിൽ നമ്പർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ ലീഫിന്റെ ലെങ്ത്, അപ്പോൾ നമ്മൾ ഇതിനൊക്കെ L1 L2 L3 എന്നൊക്കെ ഉള്ള രീതിയിലാണ് ലെങ്ത്തുകളെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്മോളസ്റ്റ് ലീഫ്, ഏറ്റവും ആദ്യത്തെ ലീഫ് എന്നുള്ളതിന്റെ ലെങ്ത് ഓഫ് സ്മോളസ്റ്റ് ലീഫ് നമുക്ക് ക്യാപിറ്റൽ L എടുക്കാം. L1 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അപ്പൊ ഇതൊരു ഇനീഷ്യലി നമുക്ക് ഒരു ഇക്വേഷൻ എന്നുള്ള രീതിയിൽ എഴുതാം. L1 is equal to effective length divided by number of leaves excluding extra full length leaf. ഇതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ദെൻ അതിനെ നമ്മൾ ലീഫ് നമ്പർ, നമ്മളൊരു നമ്പറിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ വെച്ചിട്ട് അതിനെ ഈ പറഞ്ഞ ആ ഒരു ടേമിനെ മൾട്ടിപ്പിൾ ചെയ്യുക, പ്ലസ് ഇൻഎഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലീഫിന്റെയും എന്ത് കിട്ടും, ലെങ്ത് കിട്ടും. അപ്പൊ ഇവിടെ L1 ആണെങ്കിൽ ഈ ഒരു ലീഫ് നമ്പർ എന്നുള്ളത് നമുക്കിവിടെ അതിന്റെ വാല്യൂ 1 എന്ന് വരും. ഓക്കെ, ഈ ഒരു ലീഫ് നമ്പറിന്റെ വാല്യൂ 1 എന്ന് വരും. അപ്പൊ നമുക്ക് L1 എന്നുള്ളത് ഒന്നും കൂടി എഴുതാം. ഇവിടെ L1 is equal to എഫക്റ്റീവ് ലെങ്ത് എന്നുള്ളത് 2 ടൈംസ് ഓഫ് L എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഒരു ഫുൾ ലെങ്ത് ലീഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സിൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്യുക ഇൻറ്റു ഇത് L1 എന്നുള്ള ഫസ്റ്റ് ലീഫാണ്, അപ്പോൾ അതിന്റെ നമ്പർ വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. ദെൻ L ഡാഷ് എന്നുള്ളതാണ് ഇൻഎഫക്റ്റീവ് ലെങ്ത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഒരു ലീഫിന്റെ ലെങ്ത് കിട്ടും. ദെൻ സെക്കൻഡ് ഗ്രാജുവേറ്റ് ലെങ്ത് ലീഫിന്റെ ലെങ്ത് കിട്ടണമെങ്കിൽ 2L ഡിവൈഡഡ് ബൈ I മൈനസ് 1 ഇൻറ്റു 2 പ്ലസ് L ഡാഷ്. ദെൻ L3 is equal to 2L divided by I minus 1 into 3 plus L dash. Okay,
അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓരോ ലീഫിൻ്റെയും ലെങ്ത്തുകൾ കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. ദെൻ ഫുൾ ലെങ്ത് ലീഫ് വരുമ്പോൾ അതിൻ്റെ നൊട്ടേഷൻ എന്താണ്? i-1. അപ്പോൾ ഇവിടെ നമുക്ക് 2l ഡിവൈഡഡ് ബൈ i-1 ഇൻറ്റു i-1 എന്ന് വരും പ്ലസ് l ഡാഷ്. അപ്പം ഇത് എഫക്റ്റീവ്ലി എന്ത് സംഭവിക്കും? 2l പ്ലസ് l ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ L. ക്യാപിറ്റൽ L എന്നുള്ളത് നമ്മുടെ സ്പാൻ ഓഫ് ലീഫ്. അപ്പോൾ ഫുൾ ലെങ്ത് ലീഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പാൻ, ലീഫ് സ്പാൻ കവർ ചെയ്യുന്ന ലെങ്ത് ആണ് ഫുൾ ലെങ്ത്. ഓക്കെ. ദെൻ അടുത്ത ഒരു നമ്പർ Li എന്നുള്ളത് എന്താണ്? ഇത് മാസ്റ്റർ ലീഫാണ്. അപ്പോൾ മാസ്റ്റർ ലീഫിന്റെ ലെങ്ത് കുറച്ച് കൂടുതൽ എടുക്കണം. എന്താന്ന് വെച്ചാൽ അതിന്റെ രണ്ട് എൻഡിൽ നമുക്കൊരു ഐ ഫോം ചെയ്യണം. ഓക്കെ. അപ്പോൾ മാസ്റ്റർ ലീഫിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ അസ്യൂം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഫിന്റെ എൻഡ്, മാസ്റ്റർ ലീഫിന്റെ എൻഡ് ഏത് രീതിയിലാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ വരയ്ക്കാം. മാസ്റ്റർ ലീഫിന്റെ ഒരു എൻഡ് ഇങ്ങനെ കർവ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു പിൻ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ടാണ് നമ്മളത് വെഹിക്കിളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു പിന്നിന്റെ ഡയാമീറ്റർ ഡി ആണെന്ന് വിചാരിക്കുക. ദെൻ ഇവിടുത്തെ ഒരു തിക്നെസ്, നമ്മുടെ ലീഫിന്റെ തിക്നെസ് എച്ച് ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഐ എന്ന് പറയുന്ന പോർഷന്റെ മീൻ ഒരു ഡയാമീറ്റർ നമുക്ക് കിട്ടുന്നത് എന്നായിരിക്കും? I is equal to h plus d. ഈ d എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ കൂടെ രണ്ട് സൈഡിലത്തെയും ഹാഫ് തിക്നെസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു തിക്നെസിന്റെ ഹാഫും ഇവിടുത്തെ ഒരു ഹാഫും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഷേപ്പിന്റെ ഒരു മീൻ ഡയാമീറ്ററിലേക്ക് ഉള്ള വാല്യൂ കിട്ടും. ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ h പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോ കർവ്ഡ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഒരു ലെങ്ത് ആയിട്ട് കിട്ടണമെങ്കിൽ, അതിന്റെ പെരിമീറ്റർ ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? പൈ h പ്ലസ് ഡി എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ അവിടുത്തെ ലെങ്ത് ആയി. ഓക്കെ. ദെൻ അപ്പോൾ ഒരു എൻഡിലുള്ള ഐ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ആണ് പൈ ഇൻറ്റു h പ്ലസ് ഡി. അപ്പൊ ഇവിടെ രണ്ട് സൈഡിലും ഐ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മാസ്റ്റർ ലീഫിന്റെ ലെങ്ത് എന്നുള്ളത് സ്പാൻ ഓഫ് ലെങ്ത് പ്ലസ് 2 ടൈംസ് ഓഫ് പൈ ഇൻറ്റു h പ്ലസ് ഡി ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ ലീഫിന്റെ ലെങ്ത് ആയി. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഫ് സ്പ്രിങ്ങിന്റെ ഡിസൈൻ ചെയ്യാം. ഓക്കെ. ദെൻ നമുക്ക് ഡാറ്റ ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, മഹാദേവൻ ഡാറ്റ ബുക്ക് റെഫർ ചെയ്താൽ അവിടെ നമുക്ക് ഇങ്ങനെ രണ്ട് ടേബിൾസ് അവൈലബിൾ ആണ്. പേജ് നമ്പർ 198 അവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിഡ്ത്തും തിക്നെസ്സും, നമ്മൾ ലീഫ് സ്പ്രിങ്ങിന്റെ വിഡ്ത്ത് ബി ഡാഷ് എന്ന് പറയുന്ന വിഡ്ത്തും തിക്നെസ് എച്ച്, ഈ രണ്ട് വാല്യൂസിനും സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള വാല്യൂസ് നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടും. ഓക്കെ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് കണ്ടുപിടിക്കുക. അപ്പൊ ഒരു വാല്യൂ കിട്ടിയാൽ അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഓക്കെ. അപ്പൊ അത് ഓട്ടോമൊബൈൽസിന്റെ കേസിലുള്ള വാല്യൂ ഉണ്ട്. അതേപോലെ റെയിൽവേ വാഗൺസിന്റെ കേസിൽ ഉപയോഗിക്കേണ്ട വാല്യൂസും ഡിഫറെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലീഫ് സ്പ്രിങ്ങുകളെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലവും ആയിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ. താങ്ക് യു.